ഹായ് തെസ്നിസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? ഇളനീർ ചീസ് കേക്ക്, പാഷൻ ഫ്രൂട്ട് ചീസ് കേക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടമാവുന്നതാണ് ഇളനീർ ചീസ് കേക്ക്. ഇളനീർ ചീസ് കേക്ക് പറഞ്ഞാൽ എന്താ പറയുക, ഇളനീർ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല എന്തായാലും. ഇളനീർ ചീസ് കേക്കിൽ ഇളനീർ നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇളനീർ വെള്ളം വെച്ചിട്ട് ഒരു ജെല്ല് മുകളിൽ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചീസ് കേക്ക് കുറേ ഫോറിനേഴ്സും കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എല്ലാവരും ട്രൈ ചെയ്യാം, എന്തായാലും ഇഷ്ടമാവും നിങ്ങൾക്ക്. ഇതിൻ്റെ ജാർ കേക്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യണവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മൈക്രോവേവ് ഓവൻ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ അറിയാതെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. കുറേ പേര് അറ്റൻഡ് ചെയ്തു ക്ലാസ്. അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് സെയിലും സ്റ്റാർട്ട് ചെയ്തു. ഏതായാലും ഇപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ കൂടെ നമുക്ക് കുറച്ച് സമ്പാദിക്കാനും കൂടി പറ്റുമെങ്കിൽ അതൊരു സുഖമുള്ള കാര്യമല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ആരോറൂട്ട് ബിസ്ക്കറ്റാണ്, 200 ഗ്രാം ആരോറൂട്ട് ബിസ്ക്കറ്റ്. നമുക്കാദ്യം പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ബട്ടർ, 250 ഗ്രാം ബിസ്ക്കറ്റായിരുന്നു, അതിലേക്ക് 100 ഗ്രാം ബട്ടർ. ഇതാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റും ബട്ടറും കൂടെ ചേർത്തിട്ടുള്ള മിക്സ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇനി നമുക്ക് സ്പ്രിംഗ് ഫോമിലേക്ക് മാറ്റാം. അലുമിനിയം ഫോയിലോ ക്ലിങ് ഫിലിമോ എന്തെങ്കിലും ഒന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ പാത്രം ചീസ് കേക്ക് മുറിച്ചെടുക്കുമ്പോൾ കേട് വരാതെ. ഇതിനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കും. ഫോണ്ടൻറ്റ് ഫ്ലവർ കട്ട് ചെയ്യുന്ന നോസിൽ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കും. ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കും. ഇത്രയും ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇളനീര് ഞാനൊരു 3 ഇളനീരാണ് എടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ട് 1 or 2 ഒക്കെ മതി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പിനനുസരിച്ച്. ഈ പൾപ്പ് നമുക്ക് 1 കപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആ ഫ്ലവർ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇതെല്ലാം കൂട്ടിയിട്ട് പുറത്തുള്ളതെല്ലാം ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അതെല്ലാം കളയണം. ഈ മിക്സിയിലിട്ടിട്ട് അരയ്ക്കുക. ചെറിയ കുഞ്ഞി പീസസ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കടിക്കുന്ന ഇളനീരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ഇളനീർ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ അരയ്ക്കാം. അല്ലെങ്കിൽ കുറച്ച് പീസസ് ഉണ്ടായി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെയായാലും 2 രീതിയിലും ചെയ്യാം. ഇളനീർ വെള്ളം 1/4 കപ്പ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ജലാറ്റിൻ. ഇത് ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ മൈക്രോ ചെയ്തെടുക്കാം. മൈക്രോ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ്സ് കൊടുത്താൽ മതി. വലിയ പാത്രമായിരിക്കണം, തിളച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 2 മിനിറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. എന്തായാലും ജലാറ്റിനൊന്ന് മെൽറ്റായി കിട്ടണം. ഇളനീർ വെള്ളത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവില്ല. ഒരു 3 ടേബിൾ സ്പൂൺ 3-3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ടുള്ള
ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം ചീസ് 200 ഗ്രാം ക്രീം ചീസ്. ഇതിലേക്ക് പഞ്ചസാര. നമ്മൾ ഇളനീര് ചേർക്കുന്നതാണ്, അപ്പോൾ അതിലേക്കുള്ളൊരു മധുരം ഒന്നുകിൽ പൾപ്പ് അരയ്ക്കുമ്പോൾ ചേർക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ കൊടുത്താലും മതി. ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇളനീർ പൾപ്പ് നമ്മൾ അരച്ചെടുത്തതാണ്. ഇളനീർ വെള്ളത്തിൽ ജലാറ്റിൻ മെൽറ്റ് ചെയ്താണ്, ഒരു 1/4 കപ്പ് ചേർക്കും. നമ്മൾ ചെയ്ത് വെച്ചതാണ്, നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ക്രീം ഒഴിക്കും. ഇത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെക്കാം. നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ജലാറ്റിൻ ചേർത്തിട്ടുള്ള ഇളനീർ വെള്ളം ഒഴിക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇളനീർ വെച്ച് പ്രസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള, ഇനി ഇത് ഇപ്പം എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾക്ക് ഒരു 3 മണിക്കൂർ വയ്ക്കാം. എന്തായാലും ജെല്ല് നന്നായിട്ട് സെറ്റാവണം, നല്ല ഫേമായിട്ട് കിട്ടണം. അതുവരെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം. വേണമെങ്കിൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ താഴേക്ക് ഇറക്കി വെച്ചാലും മതി. നമ്മളെ ഇളനീർ വെള്ളമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ഫേമായിട്ടുണ്ട്. ഇത് ഈ സൈഡ് നമ്മൾ ജെല്ലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിങ്ങനെ ഒന്ന് മൂന്ന് ലെയറായിട്ടുണ്ട്. ബിസ്ക്കറ്റ് ലെയർ, പിന്നെ ചീസിൻ്റെ ഒരു ക്രീം ചീസിൻ്റെ ഒക്കെ ഒരു ലെയർ, പിന്നെ ഇളനീരിൻ്റെ ഒരു ലെയർ. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. മൂന്ന് ലെയറായിട്ടുണ്ട്. ഇത് നല്ല ഫേമായിട്ടുണ്ട് കേട്ടോ ഇത്. പിന്നെ അടുത്തത് ചീസിൻ്റെ ലെയറുണ്ട്, ബിസ്ക്കറ്റിൻ്റെ ലെയറെല്ലാം. ഇളനീർ ചീസ് കേക്കിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.